കോതമംഗലം രൂപതയുടെ 70-ാം വാർഷികവും രൂപതാ ദിനവും 36 വർഷം രൂപതയെ നയിച്ച മാർ ജോർജ് പുന്നക്കോട്ടിലിന്റെ 90-ാം ജന്മദിനവും ആഘോഷിച്ചു. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം സെന്റ് ജോർജ് കത്തീഡ്രലിൽ നടന്ന ചടങ്ങിൽ രൂപതയിൽ നിന്നുള്ള 9 മെത്രാൻമാർക്ക് സ്വീകരണം നൽകി. തുടർന്ന് മാർ ജോർജ് പുന്നക്കോട്ടലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ സമൂഹബലി നടന്നു. വിവിധ മെത്രാൻമാരും കോതമംഗലം, ഇടുക്കി രൂപതകളിലെ വൈദികരും സമൂഹബലിയിൽ സഹകാർമ്മികരായി. ഇടുക്കി ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ വചന സന്ദേശം നൽകി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു. അൻപോടെ നന്ദിയോടെ ദൈവരാജ്യ സംസ്ഥാപനത്തിനായി കോതമംഗലം രൂപതാവിന് കേരളത്തിലെ എനിക്ക് തോന്നുന്ന പാലാ രൂപത കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മെത്രാന്മാരെ പ്രസവിച്ച അമ്മയാണ് കോതമംഗലം രൂപത. അതൊരു പക്ഷേ നമ്മുടെ രൂപതയിലെ കുടുംബങ്ങളുടെ കുലീനത്വവും തറവാടിത്വവും പ്രകടിപ്പിക്കുന്ന ഒരു അടയാള നക്ഷത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. മിഷനിലേക്കുള്ള ദൈവവിളികൾ വളരെ കൂടുതലായിട്ട് സഭയ്ക്ക് സമ്മാനിച്ച ഒരു രൂപതയാണ് കോതമംഗലം. മാർ ജോർജ് പുന്നക്കോട്ടലിന്റെ നവതിയും എപ്പിസ്കോപ്പൽ ഗോൾഡൻ ജൂബിലിയും മാർ മടത്തിക്കണ്ടത്തിലിന്റെ സപ്തതിയും സമ്മേളനത്തിൽ ആഘോഷിച്ചു. ജർമ്മനിയിലെ മൈൻസ് രൂപതാ മെത്രാനായി അഭിഷിക്തനായ കോതമംഗലം രൂപതയിലെ മീങ്കുന്നം ഇടവകാംഗം ബിഷപ്പ് ഡോക്ടർ ജോഷി പൊട്ടക്കലിന് ചടങ്ങിൽ സ്വീകരണം നൽകി. ബിഷപ്പുമാരായ മാർ ചാക്കോ തോട്ടുമാരിക്കൽ, മാർ ജോസഫ് കൊടകല്ലിൽ, മാർ ബെന്നി വർഗീസ് എടത്തട്ടയിൽ, മാർ തോമസ് പുല്ലോപ്പള്ളിൽ എന്നിവരും കോതമംഗലം, ഇടുക്കി രൂപതകളിലെ വൈദികരും സന്യസ്തരും ഇടവകാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.